പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ അത്ര കാര്യമൊന്നുമല്ല. എന്തിനാ ഇതൊക്കെ അടച്ചുപൂട്ടി വെച്ചേക്കുന്നേ? ഞാൻ കുറച്ച് നെയ്യ് നോക്കിയതാ. നെയ്യോ? എന്തിന്? അയ്യോ, എന്തിനാണെന്ന് അറിഞ്ഞാലേ തരത്തോളാം. അതെ അതെ, അതൊക്കെ എന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളാ. നിങ്ങൾക്കിപ്പൊ എന്തിനാ ഇത്ര അത്യാവശ്യപ്പെട്ട് നെയ്യ്? നെയ്യും വെണ്ണയൊക്കെ തിന്നെ നിങ്ങളാരാ ശ്രീകൃഷ്ണൻ? ചുമ്മാ കയറി ചൊറിയാൻ നിൽക്കാതെ ആ നെയ്യ് എവിടെയാ ഇരിക്കുന്നതെന്ന് പറ ഗോമതി. ഞാനേ ഇത്തിരി സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പോവുക. അയ്യോ, വലിയൊരു കുക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ നെയ്യില്ലാതെ സ്വീറ്റ്സ് ഉണ്ടാക്കിയാ മതി. എന്നെ നീ പറഞ്ഞാ പോരല്ലോ. നമുക്ക് രണ്ടുപേർക്ക് ഒരേ അധികാരം ഇവിടെ. നീയോ? പെണ്ണുമ്പോളെ ആളും തരം നോക്കി സംസാരിച്ചിരുന്നെങ്കിലേ എന്റെ തനി സ്വരൂപം നിങ്ങൾ കാണും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഗോമതിയോട് വഴക്കുണ്ടാക്കാൻ ഒരു താല്പര്യവും ഇല്ല. ഒരു ഇത്തിരി നെയ്യ് എടുത്തു തന്നെ ഞാൻ എന്റെ പണി നോക്കിക്കോളാം. എന്തിനാ ഈ ഷെൽഫൊക്കെ പൂട്ടി വെക്കുന്നേ? ഖജനാവൊന്നും അല്ലല്ലോ. ഇനി അഥവാ പൂട്ടി വെക്കണമെങ്കിൽ താക്കോൽ ഇവിടെ പൊതുവായിട്ട് വെച്ചാ പോരെ. അപ്പൊ നിങ്ങൾക്ക് ഈ തറവാണ്ട് താക്കോലും കൂടെ കൈ കിട്ടണമായിരിക്കും അല്ലേ? എന്തു ചേച്ചി, എന്താ പ്രശ്നം? യോ, ഈ പെണ്ണുമ്പിളയ്ക്ക് ഇപ്പൊ വീടിന്റെ താക്കോല് വേണമെന്ന്. താക്കോലോ? എന്റെ മോളെ ഇവര് വെറുതെ ഇല്ലാവചനം പറയാ. ഞാൻ താക്കോലൊന്നും ചോദിച്ചില്ല. ഇതുണ്ടാക്കാൻ ഇത്തിരി നെയ്യ് എടുത്തു തരുമോന്ന് ചോദിച്ചേനാ. ഇവിടെ അങ്ങനെ നെയ്യും കീയൊന്നുമില്ല. തോന്നുന്നവർക്കൊക്കെ തോന്നുന്ന പോലെ എടുത്ത് തോന്നിവാസം കാണിക്കേ. അഥവാ ഇനി അവള് നെയ്യ് കൂട്ടിയ ഉണ്ണൂന്ന് നിർബന്ധമാണെങ്കിൽ അവളുടെ തള്ള ആ കളക്ടറോട് പറ, ഇവിടെ കുറച്ച് നെയ്യ് വാങ്ങിച്ചു വെക്കേ. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉള്ളതാ. അത് ഈ ഞങ്ങളെന്ന് പറയുമ്പോ അതിൽ ആദ്യമോനും പൂജമോളും ഒന്നും വരില്ലേ? അതല്ലേ പറഞ്ഞത്. പൂജയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവളുടെ തള്ളയോട് ചോദിച്ചു വാങ്ങണം. ഇവിടെ എന്റെ ഭർത്താവ് കിടന്നു കഷ്ടപ്പെടുന്നത് എനിക്കും എന്റെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയാ. എന്താണ് ഇവിടെ ഒരു കൊലവിളി? മുത്തശ്ശി ഇത് കേട്ടില്ലേ? ഇവർക്ക് ഈ വീടിന്റെ മുഴുവൻ അധികാരം വേണമെന്ന്. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും മുത്തശ്ശി? അതിന് നിനക്കിവിടെ അധികാരം ഉണ്ടെന്ന് ആര് പറഞ്ഞു? ചെമ്പകശ്ശേരിയുടെ അധികാരി എന്റെ അവസാന ശ്വാസം വരെ ഞാനായിരിക്കും. എന്താ ക്ലാരമ്മേ പ്രശ്നം? എന്റെ പൊന്നമ്മേ, മധുരം ഉണ്ടാക്കാൻ ഞാൻ ഇത്തിരി നെയ്യ് ചോദിച്ചു. അതിനി എന്നെ പറയാൻ ചീത്ത ബാക്കിയൊന്നുമില്ല. ആര് പറഞ്ഞു ചീത്ത? ഇത് പെണ്ണുമിള്ളേ, ഇത് കണ്ണുപൊട്ടുന്ന കള്ളം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ ആരെയും ചീത്ത ഒന്നും പറഞ്ഞില്ല. നിർത്തടേ. അങ്ങനെ ആരും വാദിച്ച് ജയിക്കൊന്നും വേണ്ട. ഇവിടെ ഇപ്പൊ ശരിക്കും എന്താ പ്രശ്നം? ഒരു ഇത്തിരി നെയ്യ് വേണം, അത്രയല്ലേ ഉള്ളൂ. അതാ ഷെൽഫിൽ ഇരിപ്പുണ്ട്. അതങ്ങ് എടുത്താ പ്രശ്നം തീർന്നല്ലോ. ഷെൽഫ് പൂട്ടി വെച്ചിരിക്കുക അമ്മേ. അതമ്മ പല്ലിയും പാറ്റയും ഒന്നും കേറായിരിക്കാൻ വേണ്ടി ഞാൻ പൂട്ടി വെച്ചിരിക്കുക. പൂട്ടി വെക്കാനും മാത്രം വലിയ പല്ലിയും പാറ്റയൊക്കെ ചെമ്പകശ്ശേരിയിലുണ്ടോടി? കളിക്കാതെ തുറന്നു കൊടുക്കടേ. മുത്തശ്ശി, ഞാൻ പറഞ്ഞിട്ട് ഗോമതി ചേച്ചി അത് പൂട്ടിയത്. എങ്കിൽ നീ തന്നെ തുറന്നു കൊടുക്ക. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒച്ചയും വിളിയും കേട്ട ഒന്നിനും ഞാൻ വെച്ചേക്കത്തില്ല. മര്യാദയ്ക്ക് അവരവരുടെ പണി നോക്കിക്കോ. എന്താ ക്ലാരമ്മ ഇത്? കുറച്ച് ക്യാരറ്റ് ഹൽവേ അമ്മേ. നമ്മുടെ നാട്ടിൽ വലിയ ഡിമാൻഡ് ഇല്ലെങ്കിലും വടക്കേ ഇന്ത്യയിലൊക്കെ ഇവൻ രാജാവാ. കഴിച്ചു നോക്കിയിട്ട് അമ്മ അഭിപ്രായം പറ. ഈ വടക്കേ ഇന്ത്യയൊക്കെ ക്ലാരമ്മയ്ക്ക് എങ്ങനെ അറിയാം? അതിന് വടക്കേ ഇന്ത്യയിലൊന്നും പോകണ്ടെന്നേ. ഞാൻ കുറച്ചു കാലം അടിമാലിയിൽ ഒരു പള്ളി വക കുശിനിയിലായിരുന്നേ. അവിടെ എനിക്ക് സഹായിയായ ഒരു ബീഹാറി പയ്യനുണ്ടായിരുന്നു, ഗുൽമോഹർ റാം. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുത്തതാ. കൊള്ളാം. ഞാനേ ആമിമോക്കും ദത്തസാറിനും കൊടുത്തിട്ട് വരാം. ശരി സാറേ, ഇതൊന്ന് കഴിച്ചിട്ട് പറയാമോ? ക്യാരറ്റ് ഹൽവയാ. എടുത്തൊരു സംഭവം തന്നെ. ജീവിക്കണ്ടേ സാറേ? സൂപ്പർ. എല്ലാരും ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ അഭിപ്രായം കേൾക്കായിരുന്നു. എടുത്ത് കഴിക്കുമോളെ. എനിക്ക് വേണ്ട. എനിക്കും. ഓ അല്ല മുത്തശ്ശി, ഇത് എന്തിനുള്ള പുറപ്പാടാ? ഈ അനാവശ്യ മധുരങ്ങളൊന്നും കഴിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? വല്ല അസുഖം പിടിച്ച ആര് സമാധാനം പറയും? ഈ ഹൽവ കഴിച്ചെന്ന് വെച്ചാൽ അസുഖം വരാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ദത്തേട്ടന് പറയാം. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴും മുത്തശ്ശിയുടെ ഫാസ്റ്റിംഗ് ഷുഗർ 230. പോരാത്തതിന് കൊളസ്ട്രോളും ഉണ്ട്. ഈ പരുവത്തില് ഈ മധുരവും നെയ്യും എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന ഈ ഹൽവ കഴിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. എന്താ മുത്തശ്ശിയെ കൊല്ലാനാണോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ഗർഭിണികൾ ഇതുപോലെ അതിമധുരം കഴിച്ചാലേ ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് എന്തെല്ലാം കുഴപ്പങ്ങളാ വരാൻ പോകുന്ന അറിയാമോ? എന്താ, കുഞ്ഞു മധുരിക്കുവോ? മധുരിക്കും. അടിമുടി ഷുഗർ വന്ന് മധുരിക്കും. പിന്നെ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. പറയാനുള്ളൂ ഞാൻ പറഞ്ഞു. പിന്നെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എനിക്കെന്തായാലും വേണം ഏട്ടത്തി. എനിക്ക് മാത്രമല്ല, എന്റെ ആളിനും വേണം. അല്ലോടാ?
പിന്നെ എനിക്കെന്തായാലും വേണം. എന്നാ പിന്നെ നിങ്ങൾ കഴിക്കേ. ആരെങ്കിലും ഒക്കെ ആരാധകർ എനിക്കും വേണ്ടേ? എന്റെ അമ്മോ, ഇത് ആരാധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തൊരു സാധനം എന്റെ അടുത്ത് ഇതിന്. നിങ്ങളൊരു സംഭവം തന്നെ കേട്ടാ. സൂപ്പർ. ഇതിന്റെ മണം അടിച്ചാൽ മതിയല്ലോ. എന്നാലും എന്റെ ക്ലാരം എടുത്തി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? മുഖസ്തുതി പറയുകയാണെന്ന് കരുതല്ലേ ക്ലാരമ്മേ. കൈപ്പുണ്യം എന്ന് പറഞ്ഞ ഇതാണ് കൈപ്പുണ്യം. അതെ. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഗതി കഴിച്ചിട്ടില്ല. നാളെ തൊട്ട് കഴിക്കാനും പോകുന്നില്ല. അമ്മ പറഞ്ഞാ മതി, നാളെ ഞാൻ ഉണ്ടാക്കി തരാം. വേണമെങ്കിൽ മറ്റന്നാളും ആയിക്കോ. എന്തിനാ കുറയ്ക്കുന്നേ? വേണ്ട, എന്നും ആയിക്കോട്ടെ. എന്തോ ഇതിന് മാത്രം ചിരിക്കാൻ. ബാക്കിയുള്ളവനെ ഹൽവയുടെ മണം അടിച്ചിട്ട് സഹിക്കുന്നില്ല. മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി മാത്രം ആ പെണ്ണുമ്പോൾ ഒരു വൃത്തികെട്ട സാധനങ്ങൾ ഉണ്ടാക്കും. നോക്കിക്കോ, അവരിതിനെ അനുഭവിക്കും, ഉറപ്പാ. ഗോമതി ചേച്ചി, ചേച്ചിക്ക് അറിയാമോ ഇങ്ങനത്തെ ഹൽവ ഉണ്ടാക്കാൻ? അപ്പൊ അത് പിന്നെ മോളെ. അയ്യോ മോളെ. ചേച്ചിയായിരുന്നു. ചേച്ചി എന്തിവിടെ? അപ്പൊ അത് പിന്നെ വെറുതെ